പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഗർഭോ ഞായർ, ഈ നോമ്പിലെ 2ാം ഞായറാഴ്ച. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ യേശു തമ്പുരാൻ ഒരു കുഷ്ഠരോഗിയെ സുഖമാക്കുന്ന സംഭവമാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലവും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. യേശു മാമോദീസായും സ്വീകരിച്ച് മരുഭൂമിയിലേക്ക് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് പോകുന്നു. അതിനവസാനം സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് അവിടുന്ന് ആ പരീക്ഷയിൽ വിജയശ്രീ ലാളിതനായിട്ട് പുറത്തു വരുന്നു. വന്നതിന് ശേഷം യേശു തമ്പുരാൻ സിനഗോഗുകളിൽ പ്രവേശിക്കുകയും അവിടെ വചനം വായിച്ച് വ്യാഖ്യാനം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഒരു ദിവസം ഒരു കുഷ്ഠരോഗി യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ കുഷ്ഠരോഗം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എല്ലാവരും വെറുക്കപ്പെട്ട ഒരു രോഗമായിട്ടും കുഷ്ഠരോഗിയെ സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്നതായിട്ടും ഉള്ള ഒരു കാര്യമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു കുഷ്ഠരോഗി യേശു തമ്പുരാനെ സമീപിച്ച് എന്നെ സുഖപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഓർക്കണം. യേശു തമ്പുരാൻ എന്താണ് ചെയ്യുന്നത്? തന്റെ കരം നീട്ടി അവനെ തൊട്ട് അവന്റെ കുഷ്ഠം അല്ലെങ്കിൽ അവന്റെ രോഗം മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവത്തിലെ 1-2 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന, യാചന എന്താണ്? നീ എന്റെ രോഗം മാറ്റി തരണം എന്ന് നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത്. പിന്നെ അതിനു മുമ്പായിട്ട് ഒരു വാക്ക്, അവന്റെ ഒരു കണ്ടീഷൻ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ രോഗം മാറ്റി തരുവാൻ നിനക്ക് സാധിക്കും എന്നുള്ള ആ മനുഷ്യന്റെ കർത്താവിനോടുള്ള ആ ഒരു യാചന, അത് എവിടെ നിന്ന് അദ്ദേഹത്തിന് അത് കിട്ടി എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് കഴിയും എന്ന് പറയേണ്ട കാര്യം എന്തായിരുന്നു? നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇത്. നാം എവിടെ പ്രാർത്ഥിച്ചാലും എങ്ങനെ പ്രാർത്ഥിച്ചാലും പറയണം, തമ്പുരാനെ എനിക്കിത് ആവശ്യമുണ്ട് എന്ന് നിനക്കറിയാമല്ലോ, പക്ഷേ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പറയണം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. എനിക്കൊരു ആവശ്യമുണ്ട്, അത് നീ സാധിച്ചു തരണം. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. വേറൊരു സംഗതി നമുക്കിവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, സൗഖ്യപ്പെടുന്നവൻ അവന്റെ ശാരീരിക, മാനസിക, ആത്മീയമായിട്ടുള്ള ഒരു ശുദ്ധി ആണ് അവിടെ നടക്കുന്നത്. എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് കഴിയും എന്നാണ് പറയുന്നത്. എന്റെ രോഗം മാറ്റി തരണമേ എന്നതിനേക്കാൾ വരി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് കഴിയും എന്തുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു എന്ന് ശ്രദ്ധിക്കണം. അന്നത്തെ ഒരു ചിന്താഗതിയിൽ മനുഷ്യന്റെ ശാരീരിക അശുദ്ധി അല്ലെങ്കിൽ രോഗം എന്ന് പറയുന്നത് മാനസികവും ആത്മീയവുമായിട്ടുള്ള തലങ്ങളിലും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റെ ശാരീരികമായിട്ടുള്ള അശുദ്ധി, രോഗം മാറണമെങ്കിൽ എന്റെ ആത്മീയമായിട്ടുള്ള ആ രോഗവും മാറണം. അതിനും എനിക്ക് സ്വയമായിട്ട് സാധിക്കുകയില്ല. എന്റെ ആത്മീയ, മാനസിക, ശാരീരിക സൗഖ്യം നീയാണ് നൽകേണ്ടത്, അത് നീ തരണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും, സൗഖ്യം എന്ന് പറയുന്നത് അത് അവന്റെ ശാരീരിക, മാനസിക, ആത്മീയ സൗഖ്യമാണ് എന്ന് കുഷ്ഠരോഗി ഇന്ന് നമുക്ക് മുമ്പ് വെളിപ്പെടുത്തുകയാണ്. അതായത് സൗഖ്യം ഈസ് ഈക്വൽ ടു മാനസിക, ആത്മീയ, ശാരീരിക സൗഖ്യം. അതുപോലെ തന്നെ യഥാർത്ഥ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു ക്ലോസ്, ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സാധിച്ചു തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.